Hi students, welcome back to our science class. Today I would like to teach you balanced diet, standard 6, chapter 2, and the topic is balanced diet. The previous class you have already studied about balanced diet. Standard 4 and 5 you have already studied about balanced diet. What is balanced diet? The diet that provides all the nutrients that our body needed in right quantities, along with adequate amount of roughage and water. This diet is called a balanced diet. Balanced diet എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും വേണ്ട രീതിയിൽ വാട്ടറിൻ്റെയും റഫേജിൻ്റെയും കൂട്ടത്തിൽ ശരീരത്തിന് എത്തുന്ന ആ ഫുഡിന് പറയുന്ന പേരാണ് ബാലൻസ്ഡ് ഡയറ്റ്. Balanced diet provides all the nutrients that our body needs in right quantities, along with adequate amount of roughage and water. What is roughage? The dietary fibers are also called roughage. So, balanced diet provides all the nutrients that our body needs in right quantities. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ന്യൂട്രിയൻസ് വാട്ടറിന്റെ റഫേജിന്റെ കൂട്ടത്തിൽ ശരീരത്തിൽ എത്തുക, അത്തരം ഡയറ്റിന് പറയുന്ന പേരാണ് നമ്മൾ റഫേജ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ്സ് ഓൾ ദ ന്യൂട്രിയൻസ് ദാറ്റ് അവർ ബോഡി നീഡ്സ് ഇൻ റൈറ്റ് ക്വാണ്ടിറ്റീസ് along with the water and the roughage is called balanced diet. Next is the food items such as pulses. Can you see this? The food items such as pulses, groundnut, soya bean, sprouted seeds such as moong and Bengal gram, fermented foods such as South Indian foods such as idlis, a combination of flours, missi roti, tepla made from cereals and pulses. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ്. ബനാന, സ്പിനാച്ച്, സട്ടു, ജാഗ്രി, അവൈലബിൾ വെജിറ്റബിൾസ് ആൻഡ് അതർ സച്ച് ഫുഡ്സ് പ്രൊവൈഡ് മെനി ന്യൂട്രിയൻസ്. അതായത് ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസിലെല്ലാം പൾസസ് ആണേലും ഗ്രൗണ്ട് നട്ട് ആണേലും സോയാബീൻ ആണേലും സ്പ്രൗട്ടഡ് സീഡ്സ്, ഇതിനകത്തെല്ലാം തന്നെ പ്രൊവൈഡ് മെനി ന്യൂട്രിയൻസ്. ഈ ഫുഡ് ഐറ്റംസിലെല്ലാം തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് കാണും. Therefore, one can eat a balanced diet without expensive food materials. അതായത് നമുക്ക് ഒരുപാട് ഫുഡിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഒന്നും മുടക്കാതെ കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. Eating the right kind of food is not enough. It should also be cooked. നമുക്കറിയാം, നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കണമെന്ന് പറയും. എന്തുകൊണ്ടാണ്? കുക്കിംഗ് ഇൻക്രീസ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ്. പക്ഷേ ഈ കുക്ക് ചെയ്ത ഫുഡ് ഉപയോഗിക്കുമ്പോഴത്തേന് ഒരുപാട് ന്യൂട്രിയൻസ് അതുപോലെ തന്നെ വിറ്റമിൻസ് ഒക്കെ ആണെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ക്യാൻ യു സീ ദിസ്? ഇഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ വാഷ്ഡ് ആഫ്റ്റർ കട്ടിങ് ഓർ പീലിംഗ് ദം. അതായത് നമുക്കറിയാം, ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ ദാറ്റ് മേ റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് സം വൈറ്റമിൻസ്. അത് എന്തിന് കാരണമാകുന്നു? വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടാൻ കാരണമാകുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ ഇറ്റ് may result in the loss of some vitamins. The skins of many vegetables and fruits contain vitamins and minerals. അതായത് നമുക്കറിയാം, ഈ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പുറത്തെ പീൽ, അതായത് പുറത്തെ ആ തൊലിയിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. റിപ്പീറ്റഡ് വാഷിംഗ് ഓഫ് റൈസ് ആൻഡ് പൾസസ് മേ റിമൂവ് സം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്രസൻറ്റ് ഇൻ ദം. അതുപോലെ റൈസ് ആണെങ്കിലും പൾസസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് കഴുകുമ്പോഴത്തേന് അതിൽ നിന്നും വൈറ്റമിൻസും മിനറൽസും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്.
We all know that cooking improves the taste of the food and make it easier to digest. അതായത് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുക്കിംഗ് എന്താണ്, ഫുഡിൻ്റെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. At the same time, cooking also result in the loss of certain nutrients. അതായത് നമ്മളുടെ ഫുഡിനകത്തുള്ള ചില ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടാൻ ഈ കുക്കിങ്ങിലൂടെ കഴിയും. കുക്ക് ചെയ്ത ഫുഡ് ഉപയോഗിക്കുമ്പോൾ ചില ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. Many useful proteins and considerable amount of minerals are lost if excess water is used during cooking and is then thrown away. അതായത് നമ്മൾ ഒരുപാട് നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേനും വൈറ്റമിൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ സി ഗെറ്റ് ഈസിലി ഡിസ്ട്രോയിഡ് ബൈ ഹീറ്റ് ഡ്യൂറിങ് കുക്കിംഗ്. അതായത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് പെട്ടെന്ന് നഷ്ടപ്പെടും. ഈ ഹീറ്റ് അടിക്കുമ്പോഴത്തേന് പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് ഈസിലി ബൈ ഹീറ്റ് ഡ്യൂറിങ് കുക്കിംഗ്. Would it not be sensible to include some fruits and raw vegetables in our diet? അതായത് വൈറ്റമിൻ സി നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേന് ചൂടടിക്കുമ്പോഴത്തേന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ we are already study about the fat give much more energy than carbohydrate. അതായത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫാറ്റ് കണ്ടന്റുള്ള ഫുഡ് ധാരാളം കഴിച്ചാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് വേറൊരു കണ്ടീഷനിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. ഡു യു തിങ്ക് അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഫാറ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ്, അതായത് സമൂസ, അതുപോലെ ഫ്രൈഡ് സ്നാക്സ്, ഇതിനകത്തെല്ലാം എന്താണ് ഒരുപാട് ഫാറ്റ് ഉണ്ട്. ഈ ഫാറ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് ധാരാളം കഴിച്ചാൽ അത് ഒബിസിറ്റിക്ക് കാരണമാണ്. വാട്ട് ഈസ് ഒബിസിറ്റി? ഇറ്റ് ക്യാൻ ബി വെരി ഹാർംഫുൾ ഫോർ us to eat too much fat rich food and may end up suffering from a condition. അതായത് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ധാരാളം കഴിച്ചാൽ അത് ഒബിസിറ്റി എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കും. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയും. ഒബിസിറ്റി ക്യാൻ ബി വെരി ഹാർംഫുൾ ഫോർ us to eat too much fat rich food. അതായത് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ധാരാളം കഴിച്ചാൽ എന്നൊരു കണ്ടീഷനാണ് ഒബിസിറ്റി. ഓക്കെ, before concluding our second chapter, now we are discuss about deficiency diseases. What are deficiency diseases? Deficiency disease എന്ന് പറഞ്ഞാൽ എന്താണ്? Deficiency disease of one or more nutrients in our food for a long time. Deficiency of one or more nutrients in our food for a long time may cause certain diseases or disorders. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ചില ന്യൂട്രിയൻസ്, അത് ന്യൂട്രിയൻസിന് കുറവ് വരിക, അത് കുറേ നാളത്തേക്ക് ആ കുറവ് വന്നാൽ എന്ത് പറ്റും? ഡെഫിഷ്യൻസി ഡിസീസിന് കാരണമാകാമെന്നാണ് പറയുന്നത്. ഡിസീസസ് ദാറ്റ് occur due to the lack of nutrients over a long period are called deficiency diseases. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ന്യൂട്രിയൻസ്, ഏതെങ്കിലും ന്യൂട്രിയൻസ് ഒക്കെ കുറേ നാളത്തേക്ക് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെഫിഷ്യൻസി ഡിസീസിന് കാരണമാകുമെന്നാണ് പറയുന്നത്. ഡെഫിഷ്യൻസി ഡിസീസസ്. Can you see this? Deficiency of one or more nutrients can cause diseases or disorders in our body. Diseases that occur due to the lack of nutrients over a long period are called deficiency disease. Okay, if a person does not get enough protein in his or her food for a long time, he or she is likely to have stunted growth, swelling of face, discoloration of hair and skin diseases and diarrhea. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത്
കുറച്ച് നാളത്തേക്ക് നമുക്ക് പ്രോട്ടീൻസ് കിട്ടാതെ വരുമ്പോഴത്തേന് നമ്മുടെ ഗ്രോത്ത് തന്നെ നിന്ന് പോവുക, വളർച്ച മുരടിക്കുക, അതുപോലെ സ്വെല്ലിങ് ഓഫ് ഫേസൊക്കെ നന്നായിട്ട് വീർത്ത് വരിക, ഡിസ്കളറേഷൻ ഓഫ് ഹെയർ, അതായത് ചില കുട്ടികളിലൊക്കെ കാണാം ചെറുപ്പത്തിലെ മുടിയൊക്കെ നന്നായിട്ട് നരച്ചിരിക്കുന്നതൊക്കെ കാണാം. അതെന്താണ്? ഈ ന്യൂട്രിയൻസിൻ്റെ അല്ലെ പ്രോട്ടീൻസിൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. അതുപോലെ സ്കിൻ ഡിസീസസ് ഇതൊക്കെ വരുന്നത് ഈ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഫുഡിലുള്ള ഏതെങ്കിലും ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് ഡിഫറെൻറ്റ് വൈറ്റമിൻസ്. നമ്മൾ പല പല വൈറ്റമിൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ വൈറ്റമിൻസിൻ്റെ ഡിഫിഷ്യൻസി മേ ഓൾസോ റിസൾട്ട് ഇൻ സർട്ടൻ ഡിസോർഡേഴ്സ് ഓർ ഡിസീസസ്. ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഒരുപാട് ഡിസീസസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സം ഓഫ് ദീസ് ആർ മെൻഷൻഡ് ഇൻ ടേബിൾ 2.3. അതായത് ടേബിൾ 2.3. This is table 2.3 and can you see this? Vitamin deficiency diseases. Vitamin A. Deficiency of vitamin A may cause loss of vision. Okay. And symptoms are poor vision, loss of vision in darkness or night, sometimes complete loss of vision. അതായത് വൈറ്റമിൻ എ കൊണ്ടുള്ള ഡിസീസാണ് അല്ലെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന ഒരു ഡിസോർഡറാണ് ലോസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് രാത്രി കാലങ്ങളിൽ കണ്ണ് കാണത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് വൈറ്റമിൻ B1. ക്യാൻ യു സീ ദിസ്? ഡെഫിഷ്യൻസി ഡിസീസാണ്. വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് ബെറി. വീക്ക് മസിൽസ്, അതിൻ്റെ സിംറ്റംസ് ആണ് വീക്ക് മസിൽസ് ആൻഡ് വെരി ലിറ്റിൽ എനർജി ടു വർക്ക്. മസിൽസൊക്കെ വളരെ വീക്കാകുക, അതുപോലെ നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യമുള്ള എനർജി ഒന്നും ഇല്ലാതെ വരിക. ഇതൊക്കെയാണ് ബെറിയുടെ സിംറ്റംസ്. നെക്സ്റ്റ് ഈസ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് സ്കർവി. സിംറ്റംസ് ആണ് ബ്ലീഡിങ് ഗംസ്, വോൺസ് ടേക്ക് ലോങ്ങർ ടൈം ടു ഹീൽ. അതായത് ചില കുട്ടികളിലൊക്കെ കാണാം മോണയിൽ നിന്ന് ബ്ലഡ് വരിക, ബ്ലീഡിങ് ഓഫ് ഗംസ്. അതുപോലെ മുറിവുണ്ടായാൽ കുറേ നാളെടുക്കും അതൊന്ന് മുറിവൊന്ന് ഉണങ്ങാനായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൂൺസ് ടേക്ക് ലോങ്ങർ ടൈം ടു ഹീൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് റിക്കറ്റ്സ്. ബോൺസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബെൻഡ്. ഓക്കെ, ആൻഡ് കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് ബോൺ ആൻഡ് ടൂത്ത് ഡീക്കേ. പല്ലൊക്കെ നഷ്ടപ്പെടുന്നത് കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ്. സിംറ്റംസ് ആണ് വീക്ക് ബോൺസ്, ടൂത്ത് ഡീക്കേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അയഡിൻ. അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് ഗോയിറ്റർ. അതിൻ്റെ സിംറ്റംസ് ആണ് ഗോയിറ്ററിൻ്റെ സിംറ്റംസ് ആണ് ഗ്ലാൻസ് ഇൻ ദ നെക്ക് അപ്പിയർ സ്വോളൻ, മെൻ്റൽ ഡിസബിലിറ്റി ഇൻ ചിൽഡ്രൻ. ഓക്കെ, ഈ നെക്ക് ചില മനുഷ്യരിലൊക്കെ ഇങ്ങനെ നെക്ക് ഭാഗം വീർത്തിരിക്കുന്ന കാണാം. അതെന്തുകൊണ്ടാണ്? ഗോയിറ്റർ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അയൺ. അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് ഡിസോർഡറാണ് അനീമിയ. ഓക്കെ, അതിൻ്റെ സിംറ്റംസ് ആണ് വീക്ക്നെസ്. ഓക്കെ, ദീസ് ആർ ഓൾ deficiency, vitamin deficiency diseases. Okay, you study well and we will meet in the next class. Thank you.